വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഞാനിന്ന് മോര് കാച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുറച്ച് തൈര് കടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അതിൻ്റെ വെണ്ണ മാറ്റിയെടുക്കണം. മോര് കാച്ചാൻ വേണ്ട സാധനം ചുവന്നുള്ളി ഒരു 10 ഏകദേശം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണ്, മുളക് പൊടി 1/4 ടീസ്പൂണ്, ഒരു 6 മണി കുരുമുളക്, ചെറിയൊരു കഷ്ണം കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, ഒരു 6 വെളുത്തുള്ളി അരി, 2 പച്ചമുളക്, 2 കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, കടുക്, വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തിട്ട് വെച്ചു. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തു. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. ഉലുവയും ചേർത്ത് കൊടുത്ത് നന്നായി കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തു. പൊടികൾ ചേർത്ത് കൊടുത്തു. ഏറ്റവും കുറച്ചിട്ടാണ് ഉള്ളത്. മോര് ചേർത്ത് കൊടുത്തു. മോര് കറി റെഡിയായി. ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തു. ഇളക്കുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്യുക സ്റ്റൗ. തീ നന്നായി കുറച്ചിട്ടാണ് ഉള്ളത്. സൈഡിൽ നിന്ന് ചെറിയ തിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് പനിയുള്ള സമയവും കഫക്കെട്ടും പനിയും ഉള്ള സമയത്തെല്ലാം കഴിക്കാൻ പറ്റിയതാണ്. ശരീരത്തിന് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കറിയായിട്ട് ഉപയോഗിക്കാം, വെറുതെ എടുത്ത് കുടിക്കാൻ പറ്റും. 2-3 ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ 2 ദിവസം നല്ല ടേസ്റ്റോടെ കൂടെ കഴിക്കാം. കത്തി ഈ രീതിയിലാണ് ഉള്ളേണ്ട, വളരെ കുറച്ചിട്ട്. നന്നായി കത്തിച്ചാൽ പിരിഞ്ഞു പോവും. മോരില്ലെങ്കിൽ തൈര് ഉടച്ചിട്ടും മോര് കാച്ചാനായിട്ട് ഉപയോഗിക്കുക. തൈര് ഉടച്ച് അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത്, പക്ഷെ നല്ല പുളിയുള്ള തൈരോ മോരോ ആയിരിക്കണം. പുളി കുറഞ്ഞത് ടേസ്റ്റ് കിട്ടില്ല. മോര് കാച്ചിയാൽ നല്ല പുളിയുള്ളതായിരിക്കണം. മോര് കാച്ചത് ഏകദേശം തിളക്കാനായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അറിയാത്തപടി എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും പലയാളും പലതരത്തിലാണ് മോര് കാച്ചുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അലുമിനിയം പാത്രത്തിൽ, ഇരുമ്പ് പാത്രത്തിലൊന്നും മോര് കാച്ചാൻ പാടില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യണം. ചെയ്യാത്തവരാണെങ്കിൽ